പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി ആദ്യ വാർത്ത. പ്രതിഷേധം കടുപ്പിച്ച SFI. സംഘർഷഭരിതമായ 48 മണിക്കൂറുകൾക്ക് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും മടങ്ങി. അതിനാടകീയമായ സംഭവങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷമാണ് നേരത്തെ നിശ്ചയിച്ചതിലും 1 മണിക്കൂർ മുൻപ് ഗവർണർ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പോയത്. പുറത്ത് SFIയുടെ ശക്തമായ പ്രതിഷേധം നടക്കുമ്പോൾ ഭാരതീയ വിചാര കേന്ദ്രവും സനാതന ധർമ്മപീഠവും സംഘടിപ്പിച്ച സെമിനാറിൽ ഗവർണർ പങ്കെടുത്തു. സെമിനാറിന് കയറും മുൻപും SFI പ്രവർത്തകരെ ക്രിമിനലുകളെന്നും ഗൂണ്ടകളെന്നും കൊലയാളിക്കൂട്ടമെന്നും ഗവർണർ ആവർത്തിച്ചു വിളിച്ചു. I have been in the Calicut city for more than 2 hours. Why not a single person came there? And I was walking. They are coming. Chief Minister is sending them under police protection. They are hundas. They are not students. Only SFI has students. Other students are not there. Sir, how can you say that? I'm saying. How can you say that? Students are gundas. I'm saying, not students. SFI is an organization of gundas. This is what they do. But still they stand firm in their protest. Fine, let them be. Criminals, murderers, they are always firm. What is special about it? Was I walking on the roads of Calicut for 2 hours or not? Was there a single person who protested? They are deliberately saying that they are conducting a demonstration. Why are you provoking the students? Why are you provoking students? Get lost. Get lost. How can you say that? സെമിനാർ കഴിഞ്ഞ ശേഷവും ഗവർണർ ഇത് തന്നെ ആവർത്തിച്ചു. പിന്നീടാണ് വിമാനത്താവളത്തിലേക്ക് പോയത്. ഉച്ചയ്ക്ക് മുൻപ് സർക്കാരിനെയും SFIയെയും വെല്ലുവിളിച്ച് ഗവർണർ നഗരപ്രദക്ഷിണം നടത്തി. പോലീസ് സുരക്ഷ വേണ്ടെന്ന് പ്രഖ്യാപിച്ചാണ് മിഠായി തെരുവിലേക്ക് പോയത്. പടുകൂറ്റൻ പ്രകടനവുമായാണ് വൈകിട്ട് SFI പ്രവർത്തകർ ഇതിന് മറുപടി നൽകിയത്. നേരത്തെ സെമിനാറിൽ അധ്യക്ഷനാകേണ്ടിയിരുന്ന വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ് എത്തിയില്ല. ഇതോടെ അധ്യക്ഷനായ സ്വാമി ചിദാനന്ദപുരി വൈസ് ചാൻസലറുടെ അധ്യക്ഷ പ്രസംഗത്തിൽ വിമർശിച്ചു. രാത്രി തിരുവനന്തപുരത്തെത്തുന്ന ഗവർണർക്കായി വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായുണ്ട്. ഷഹദ് റഹ്മാനും അഭിജിത്ത് മുഴക്കുന്നും. ആദ്യം ഷഹദ് റഹ്മാനിലേക്ക്. ഷഹദ്, ഇന്നിപ്പോൾ രാവിലെ മുതൽ കണ്ട നാടകീയ സംഭവവികാസങ്ങളാണ്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലാണ് ഗവർണർ ഇന്ന് രാവിലെ മുതൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്തത്. അതൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പരിപാടികളൊക്കെ നിശ്ചയിച്ചത് പ്രകാരം തന്നെ പൂർത്തിയാക്കി. നിശ്ചയിച്ചതിലും മുൻപേ ഗവർണർ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇന്ന് സംഭവിച്ചതൊന്നും ചുരുക്കി. തീർച്ചയായും അനുജ, കാരണം ഈ സംഭവ വികാസങ്ങളൊക്കെ തന്നെ തുടങ്ങുന്നത് ഈ ഗവർണർ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന കാര്യത്തിലൂടെയാണ്. തുടർന്ന് SFI ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ സമരങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് ആദ്യഘട്ടത്തിൽ ഈ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നു. അവിടെ നിന്നും SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പ്രഖ്യാപിക്കുകയാണ്. അതായത് ഇനി ഗവർണറെ സർവകലാശാലകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം, അതായത് അദ്ദേഹം ഡൽഹിയിലായിരുന്നു, അതിനുശേഷം അതായത് ഗവർണർ കോഴിക്കോട് എത്തുന്നു. 2 ദിവസത്തെ പരിപാടിയാണ് ഗവർണറുടേത് ഉണ്ടായിരുന്നത്. ഒന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹവും മറ്റൊന്ന് ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കുന്ന സെമിനാറും. ഇങ്ങനെ 2 പരിപാടികൾക്കായാണ് അദ്ദേഹം കോഴിക്കോടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലായിരുന്നു അദ്ദേഹം താമസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഈ ആർഷോയുടെ അല്ലെങ്കിൽ SFIയുടെ വെല്ലുവിളി ഗവർണർ ഏറ്റെടുക്കുകയും പിന്നീട് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് മാറാൻ അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് തീരുമാനിക്കുകയുമായിരുന്നു. പിന്നീടാണ് നാടകീയമായിട്ടുള്ള രംഗങ്ങൾക്ക് കേരളം സാക്ഷിയാകുന്നത്. ആദ്യഘട്ടത്തിൽ SFI അതായത് ഗവർണർ ഗോ ബാക്ക് എന്നുൾപ്പെടെയുള്ള ബാനറുകൾ SFIയുടെ നേതൃത്വത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ തൂക്കുന്നു. ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതായത് ഗവർണർ തന്നെ നേരിട്ട് പുറത്തിറങ്ങി ആ ബാനറുകൾ മാറ്റാൻ ആവശ്യപ്പെടുന്നു. കാരണം ഇന്നലെ സത്യം പറഞ്ഞാൽ ഈ SFI കാര്യമായിട്ടുള്ള സമരങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹമാണ്, സ്വകാര്യ ചടങ്ങാണ്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള സമരങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ
ഗവർണർ ഈ ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങി ഇത്തരത്തിൽ ഈ ബാനറുകൾ മാറ്റാൻ നിർദ്ദേശിച്ചതോടുകൂടി SFIയെ ചൊടിപ്പിച്ചു. തുടർന്ന് SFI പ്രവർത്തകർ സംഘടിക്കുകയും പിന്നീട് പ്രതിഷേധിക്കുകയുമായി ഉണ്ടായിരുന്നത്. തുടർന്ന് ഇന്നലെ രാത്രി ഏറെ നേരം നീണ്ടുനിന്ന സമരങ്ങളും കേരളം കണ്ടതാണ്. അതിനുശേഷം ഇന്ന് രാവിലെ ഇത്തരത്തിൽ SFI പ്രവർത്തകർ ഗവർണർക്ക് 3:30 ഈ പരിപാടി ഉണ്ടായിരുന്നത്. അദ്ദേഹം അതിന് വരുന്നതിന് മുൻപ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ കാണുകയും പിന്നീട് അദ്ദേഹം കോഴിക്കോട് മിഠായി തെരുവിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അതിനിടയിൽ SFIയെയും ഒപ്പം തന്നെ സർക്കാരിനെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകരെ കണ്ട ഘട്ടത്തിൽ. അതായത് SFI പ്രവർത്തകർ ഗുണ്ടകളാണ്, സർക്കാരിന്റെ സ്പോൺസേഡ് ഗുണ്ടകളാണ്, മുഖ്യമന്ത്രിയുടെ ആഹ്വാന പ്രകാരമാണ് ഇത്തരത്തിൽ SFI പ്രവർത്തകർ ഇത്തരത്തിലുള്ള പരാക്രമങ്ങളൊക്കെ തന്നെ കാണിക്കുന്നത് എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഉച്ചയോടുകൂടി അദ്ദേഹം കോഴിക്കോട് മിഠായി തെരുവിലേക്ക് ഇറങ്ങുന്നു. തനിക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോഴിക്കോട് മിഠായി തെരുവിലേക്ക് ഇറങ്ങുന്നത്. ആ ഘട്ടത്തിൽ പോലീസിനെ സംബന്ധിച്ച് യാതൊരു അറിവും ഗവർണർ എവിടേക്കാണ് പോകുന്നത്. അത്തരത്തിലേക്ക് 2.5 മണിക്കൂറിലേറെ അദ്ദേഹം നഗരത്തിലൂടെ നടന്നു, പല കടകളിൽ കയറി, പിന്നീടാണ് അദ്ദേഹം പരിപാടിക്ക് എത്തുന്നത്. പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെ SFIയുടെ വലിയ പ്രതിഷേധം ക്യാമ്പസിലുണ്ടായി. ലാത്തി ചാർജ് പോലീസ് നടത്തുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പരിപാടി പൂർത്തിയാക്കി ഗവർണർ അവിടെ മടങ്ങിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നുകൂടി വിവരങ്ങളുമായുണ്ട്. അഭിജിത്ത്, ഗവർണർ നേരത്തെ നിശ്ചയിച്ചതിലും മുൻപേ അവിടെ നിന്ന് പോയിരിക്കുന്നു. ഗസ്റ്റ് ഹൗസിലേക്ക് തിരികെ എത്തും എന്നൊക്കെയുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞത്. എന്നാൽ ഗസ്റ്റ് ഹൗസിലേക്ക് തിരികെ എത്തുന്നില്ല. പരിപാടി കഴിഞ്ഞ് നേരെ വിമാനത്താവളത്തിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ബംഗളൂരുവിലേക്ക് പോകും. അവിടെ നിന്ന് തിരുവനന്തപുരത്തെ ഫ്ലൈറ്റിൽ, അങ്ങനെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SFIയുടെ നിലപാട് എന്താണ്? ഗവർണർക്കെതിരായ, ചാൻസലർക്കെതിരായ പ്രതിഷേധം തുടരും എന്നല്ലേ? തീർച്ചയായും അനുജ, തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന്, തങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് ഒരിഞ്ച് പുറകോട്ടില്ല എന്ന് തന്നെയാണ് SFI ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ ഗവർണറുടെ കാവ്യവൽക്കരണത്തിനെതിരെ ആ രീതിയിലുള്ള ഒരു പ്രതികരണം, ആ രീതിയിലുള്ള ഒരു നിലപാട് SFI സ്വീകരിച്ചതാണ്. സർവകലാശാലകളിൽ ഗവർണറെ കാലുകുത്തിക്കില്ല എന്നുള്ളതായിരുന്നു SFIയുടെ തീരുമാനം. ആ തരത്തിൽ ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കാൻ SFIക്ക് സാധിച്ചു എന്നുള്ളതാണ് രാഷ്ട്രീയപരമായി SFIയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും, കഴിഞ്ഞ ഒരു 7 വർഷത്തിൽ ഒരിക്കൽ പോലും കാണാത്ത രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് കൂടിയാണ് ഈ കാലിക്കറ്റ് സർവകലാശാലയുടെ പരിസരം വേദിയായത്. കഴിഞ്ഞ ദിവസം SFI സ്ഥാപിച്ച ബാനർ അഴിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ സമരം കൂടുതൽ അക്രമാസക്തമാകുന്നത്, കൂടുതൽ അതിന്റെ രൂപം മാറുന്നത്, ഭാവം മാറുന്നത്. ഈ ബാനർ അഴിക്കാൻ ഗവർണർ ആവശ്യപ്പെടുന്നു. അതിന് തയ്യാറാകാത്തതിനെ തുടർന്ന് VCയെ ശകാരിക്കുന്നു. പിന്നീട് മലപ്പുറം SP വിളിച്ചു വരുത്തി ശകാരിക്കുന്നു. ആ ബാനർ അഴിപ്പിക്കുന്നു. തുടർന്ന് ആ ബാനർ നീക്കിയതിനു ശേഷം ആ ബാനർ തങ്ങൾ അവിടെ വീണ്ടും സ്ഥാപിക്കുമെന്നൊരു നിലപാടിലേക്ക് SFI പ്രവർത്തകർ എത്തുകയാണ്. തുടർന്ന് ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ നാം കണ്ടതാണ്. SFIയുടെ ബാനർ ഉയർത്തൽ, അതോടൊപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിക്കൽ, ആ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ SFI സംഘടിപ്പിച്ചു. തുടർന്ന് ഇന്നാണ് SFI ഇന്ന് ഗവർണറുടെ സെമിനാർ വേദിയിലേക്ക് ഉൾപ്പെടെ തങ്ങൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന ഒരു തീരുമാനം SFI കൈക്കൊണ്ടിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്ന് ഗവർണറുടെ സെമിനാർ നടക്കുന്ന വേദിക്ക് കേവലം മീറ്ററുകൾ മാത്രം അപ്പുറം SFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. അവിടെ വെച്ച് SFI പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുന്നു. അവിടെ നിന്ന് ചാൻസലർക്കെതിരായ പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരുമെന്നുള്ളതാണ് SFI ഇപ്പോൾ നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സംസ്ഥാനമൊട്ടാകെ ബാനർ പ്രതിഷേധവുമായി SFI. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ നിരന്തരം രാഷ്ട്രീയ ആക്രമണം നടത്തുന്ന ഗവർണർ എല്ലാ അതിരുകളും ലംഘിച്ചതായി CPIM പൊളിറ്റ് ബ്യൂറോ വിമർശിച്ചു. നാളെ AISF സംസ്ഥാന വ്യാപക പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തു. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി KSUവും ഗവർണർക്ക് ഐക്യദാർഢ്യവുമായി ABVPയും രംഗത്തെത്തി. കാലിക്കറ്റ് സർവകലാശാലയിലെ ബാനർ നീക്കിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനമൊട്ടാകെയുള്ള ക്യാമ്പസുകളിലും സർവകലാശാല ആസ്ഥാനങ്ങളിലും ഗവർണർക്കെതിരെ കറുത്ത ബാനർ സ്ഥാപിച്ചായിരുന്നു SFIയുടെ പ്രതിഷേധം. പ്രകടനങ്ങളും മുദ്രാവാക്യങ്ങളുമായി പലയിടത്തും ഗവർണറുടെ കോലം കത്തിച്ചു. ഗവർണർക്കു പിന്നിൽ BJP എന്ന SFI. ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പാൻ ഇന്ത്യൻ ഗവർണർ, അദ്ദേഹം RSSന്റെ കയ്യിലെ കളിപ്പാവയാണോ, BJP പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന കുട്ടിക്കുരങ്ങാണോ എന്ന് മാത്രമാണ്. ഗവർണർ പദവിയിൽ തുടരാൻ യോഗ്യനല്ലെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ തെളിയിച്ചെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ വിമർശിച്ചു. ഗവർണർ കവലച്ചട്ടമ്പിയേക്കാൾ തരം താഴ്ന്നുവെന്ന് KSU ആരോപിച്ചു. വിഷയത്തിൽ സർക്കാരിനെതിരെയും ഗവർണർക്കെതിരെയും പ്രതിഷേധിക്കുമെന്നും KSU.
കവലച്ചട്ടമ്പിയേക്കാളും തരം താഴ്ന്ന രീതിയിൽ കേരളത്തിലെ ഗവർണർ മാറുമ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടന കെട്ടിയ ബാനർ അഴിക്കണമെന്ന് പറയുമ്പോൾ അത് അഴിക്കാൻ തുനിഞ്ഞിറങ്ങിയ കേരള പോലീസിന്റെ ചെവിക്ക് പിടിച്ച് പുറത്തു കളയാനുള്ള ആർജവം പിണറായി വിജയൻ കാണിക്കണമെന്നാണ് KSUവിന് പറയാനുള്ളത്. ഗവർണർ അനുകൂല ബാനർ ഉയർത്തിയായിരുന്നു ABVPയുടെ പ്രതിരോധം. ചാൻസലറുടെ സംഘപരിവാർ അനുകൂല നയത്തിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാന വ്യാപക പഠിപ്പ് മുടക്കിന് AISF ആഹ്വാനം ചെയ്തു. ഇന്ന് രാത്രി തിരിച്ചെത്തുന്ന ഗവർണർക്കായി തിരുവനന്തപുരത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. രാജ്ഭവനിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. വിമാനത്താവളം മുതൽ രാജ്ഭവൻ വരെയുള്ള വഴിയിൽ ബാരിക്കേഡുകളും തയ്യാറാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഗവർണർക്കെതിരെ വിമർശനം കടുപ്പിച്ച് CPIM-ഉം മന്ത്രിമാരും. ഗവർണർ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണ് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനാണ് ഗവർണറുടെ നീക്കമെന്ന് മന്ത്രി P രാജീവ് വിമർശിച്ചു. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് മന്ത്രി MB രാജേഷ് ആവശ്യപ്പെട്ടു. ഗവർണർ ക്യാമ്പസിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നായിരുന്നു മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ വിമർശനം. കാലിക്കറ്റ് സർവകലാശാലയിലെ പ്രശ്നങ്ങളെ മുൻനിർത്തി ഗവർണർക്കെതിരായ നിലപാട് ശക്തമാക്കുകയാണ് CPIM-ഉം മന്ത്രിമാരും. RSSുമായി ചർച്ച നടത്തിയാണ് ഗവർണർ പ്രസ്താവന നടത്തുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഷ്ട്രപതി ഭരണം കാണിച്ച് ഭയപ്പെടുത്താൻ നോക്കേണ്ട. വായിക്ക് തോന്നിയത് വിളിച്ചു പറയുക എന്നുള്ളതാണ് ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട്. ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിൻ്റെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ RSSൻ്റെ നേതൃത്വവുമായിട്ട് BJPയുടെ നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ഗവർണർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വളരെ അപകടകരമായ ഒരവസ്ഥ. സർവകലാശാലകൾക്കെതിരെയാണ് ഗവർണറുടെ നീക്കമെന്ന മന്ത്രി P രാജീവ്. ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കാൻ അവനകത്ത് വർഗീയ താല്പര്യങ്ങൾക്കനുസരിച്ച് ആളുകൾ തിരികെ കയറ്റാനൊക്കെയാണ്. ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല, എങ്ങനെ ഈ പേരുകൾ നോമിനേറ്റ് ചെയ്തു. കേരളത്തിനെതിരെ ഗവർണർ എന്ന പോലെ തന്നെ യൂണിവേഴ്സിറ്റിക്കെതിരെ ചാൻസലർ എന്ന തനിക്ക് തന്റെ ഒപ്പിൽ മാത്രം തുടരുന്ന ഒരു ചുമതല വെച്ച് അദ്ദേഹം ഒരു കേരളത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നു. അപ്പൊ ഗവർണറായി തുടരാൻ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അവകാശമില്ല. ഗവർണർ പദവിയിലിരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ യോഗ്യനല്ലെന്ന മന്ത്രി MB രാജേഷ്. ഒരു നിലവാരമില്ലാത്ത ഒരാളാണ് അദ്ദേഹം. ഗവർണറായിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയാണ് ചെയ്യേണ്ടത്. ഗവർണർക്ക് ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ടെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു. ഗവർണറുടേത് സംസ്ഥാനത്തിന് ചേരാത്ത പദപ്രയോഗമാണെന്ന മന്ത്രി സജി ചെറിയാനും ഗവർണർക്ക് പ്രത്യേക അജണ്ടയെന്ന മന്ത്രി KN ബാലഗോപാലും ആരോപിച്ചു. മുൻ ഗവർണർ സദാശിവത്തിന്റെ കാൽ കഴുകി വെള്ളം കുടിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യേണ്ടതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഭിന്നത ഡൽഹിയിലേക്ക്. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് രാഷ്ട്രപതിയെ സമീപിക്കാനാണ് സംസ്ഥാന സർക്കാർ നീക്കം. ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിലേക്ക്. സംസ്ഥാനത്ത് ഭരണ സംവിധാനങ്ങളുടെ തകർച്ചയെന്ന് ഗവർണർ ആരോപിച്ചിരുന്നു. ഇക്കാര്യം രാഷ്ട്രപതിയെ രേഖാമൂലം ഗവർണർ അറിയിക്കുമോ അതോ വെറും ആരോപണം മാത്രമാണോ എന്നത് അറിയാനിരിക്കുന്നതേയുള്ളൂ. തനിക്കെതിരായ ആക്രമണങ്ങൾക്ക് മുഖ്യമന്ത്രി പ്രേരിപ്പിക്കുന്നെന്ന് ആവർത്തിക്കുന്ന ഗവർണർക്കെതിരെ രാഷ്ട്രപതിയെ സമീപിക്കാനാണ് പിണറായി വിജയന്റെ നീക്കം. ഗവർണർ അസാധാരണമായ നടപടികളാണല്ലോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു വ്യക്തിയെ ആർക്കാ ഉൾക്കൊള്ളാൻ കഴിയുക? മുരളീധരനെ പോലത്തെ ചില പൂർവ്വം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കും, മറ്റാർക്ക് ഉൾക്കൊള്ളാനാവും? ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട സമയമായിരിക്കുകയാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള ഭിന്നത കേരളത്തിന് പുതുമയല്ല. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ടത് ഗവർണറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു. 1ഉം 2ഉം നയനാർ മന്ത്രിസഭകളുടെ കാലത്ത് തർക്കവിഷയം സർവകലാശാലകളായിരുന്നു. ചാൻസലർ എന്ന നിലയിൽ ഗവർണർ രാംദുലാരി സിൻഹയിൽ അതൃപ്തി രേഖപ്പെടുത്തുന്ന പ്രമേയം അന്ന് കേരള നിയമസഭ പാസാക്കുകയും ചെയ്തു. 1ാം പിണറായി സർക്കാർ കാലത്ത് ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്ന പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയതാണ്. ചട്ടത്തിൽ അത് അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് കാര്യോപദേശക സമിതി യോഗം പ്രതിപക്ഷ നോട്ടീസ് തള്ളിയിരുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക് 24. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കിടയിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ പ്രതിഷേധമുണ്ടായി. DYFI മലപ്പുറം ജില്ലാ സെക്രട്ടറി K ശ്യാംപ്രസാദിന്റെ നേതൃത്വത്തിൽ കാക്കഞ്ചേരിയിലായിരുന്നു പ്രതിഷേധം. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, പ്രതിഷേധം തുടരും എന്നുള്ള മുന്നറിയിപ്പ് സംഘടനകൾ നൽകിയിട്ടുണ്ട്. കാക്കഞ്ചേരിയിലെ പ്രതിഷേധം എപ്രകാരമായിരുന്നു?
അനുജ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗവർണർ കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള യാത്രാ മധ്യേ 3 ഇടത്താണ് പ്രതിഷേധമുണ്ടായത്. ഒന്ന് കാക്കഞ്ചേരിയിൽ, മറ്റൊന്ന് ചെട്ടിയാർമാടിൽ, മൂന്നാമത് പള്ളിക്കൽ ബസാർ. അങ്ങനെ 3 ഇടത്താണ് പ്രതിഷേധമുണ്ടായത്. ഇതിൽ കാക്കഞ്ചേരിയിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശ്യാം പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഏതാനും ചില പ്രവർത്തകരാണ് കരിങ്കൊടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റി അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. എന്നാൽ ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യം ഗവർണർ പ്രതിഷേധം ഉണ്ടായ ഇടങ്ങളിലൊന്നും തന്നെ ഇറങ്ങിയില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. നേരത്തെയൊക്കെ ഗവർണർ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഗവർണർ എവിടെയും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സംഘർഷ സാധ്യതയോ അല്ലെങ്കിൽ ഒരു നാടകീയ രംഗങ്ങൾക്കോ ഉള്ള ഒരു സാധ്യത ഉണ്ടായില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഗവർണർ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടെ നിന്നും ബാംഗ്ലൂരു വഴി തിരുവനന്തപുരത്തേക്ക് പോകും. അനുജ, ഇതാണ് കാക്കഞ്ചേരിയിൽ വെച്ച് ഗവർണർക്ക് നേരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ടായി. ഈ പ്രതിഷേധം തുടരും, രാജ്ഭവൻ വരെ പ്രതിഷേധമുണ്ടാകുമെന്നൊക്കെയുള്ളതാണ് SFIയുടെ നിലപാട്. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. ഇപ്പോൾ വരുന്നൊരു വാർത്ത. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. കേസിൽ 2ാം തവണയാണ് കേജ്രിവാളിനെ ED ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഇതിപ്പോൾ ഇതിനു മുൻപ് ഒരു തവണ ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. 2ാമത്തെ തവണ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നു. എന്താണ് ED ലക്ഷ്യം വയ്ക്കുന്നത്? അനുജ, ഈ 2ാം തവണ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് സമൻസ് നൽകുന്നത്. ഇതിനു മുൻപ് ചോദ്യം ചെയ്യലായി സമൻസ് നൽകിയിരുന്നെങ്കിലും അന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തനിക്ക് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി EDക്ക് മറുപടി നൽകുകയും ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇതേ മദ്യനയ അഴിമതി കേസിൽ ED ചോദ്യം ചെയ്യലിനായി അരവിന്ദ് കെജ്രിവാളിന് സമൻസ് അയച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച ഹാജരാകാനാണ് ഈ സമൻസിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വ്യാഴാഴ്ച അരവിന്ദ് കെജ്രിവാൾ ഹാജരാകുകയും തുടർന്നുള്ള ചോദ്യം ചെയ്യല് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. എന്തായാലും ഇത്തവണ ഇന്ത്യ സഖ്യത്തിന്റെ മീറ്റിംഗ് നാളെ നടക്കുവാനിരിക്കുകയാണ്. എന്തൊക്കെ തരത്തിലുള്ള നീക്കങ്ങൾ ഈ ആം ആദ്മിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നടക്കം ഈ വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ അറിയുവാൻ കഴിയൂ. എന്തായാലും ഈ മദ്യനയ അഴിമതി കേസിൽ വീണ്ടും ED മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മദ്യനയ അഴിമതി കേസിലാണ് അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും ചോദ്യം ചെയ്യലിന് ED നോട്ടീസ് നൽകിയത്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കൂത്താട്ടുകുളം ശാഖ അനൂപ് ജേക്കബ് MLA, ശ്രീധരിയം ഗ്രൂപ്പ് വൈസ് ചെയർമാൻ ഹരിയൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ ചെന്നൈ സോൺ ജനറൽ മാനേജർ ഭുവനേശ്വരി വെങ്കട്ടരാമൻ മുഖ്യപ്രഭാഷണവും എറണാകുളം സർക്കിൾ മേധാവി AH ഖിൻഡർ ആമുഖ പ്രഭാഷണവും നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ വിജയശിവൻ, സ്ഥിരം സമിതി ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ, മാനേജർ അക്ഷയ് രാജ്, റിട്ടയർഡ് സീനിയർ മാനേജർ MC സുദർശൻ, ഡെപ്യൂട്ടി മാനേജർ MU കാർത്തിക എന്നിവർ സംസാരിച്ചു. എറണാകുളം സർക്കിളിൽ ബാങ്കിന്റെ 81ാമത്തെ ശാഖയാണ് കൂത്താട്ടുകുളത്ത് MC റോഡിൽ റിലയൻസ് പമ്പിന് എതിർവശം കുരങ്ങോലിത്തടത്തിൽ ടവറിൽ പ്രവർത്തനം തുടങ്ങിയത്. വീണ്ടും പ്രൈം ടൈം ന്യൂസിലേക്ക്. പ്രജീഷിന്റെ മരണത്തിന് 10ാം നാൾ നരഭോജി കടുവ കെണിയിൽ. മൃതദേഹം കിടന്നിരുന്ന കൂടല്ലൂർ കോളനി കവലയിലെ തോട്ടത്തിൽ വെച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. ക്ഷീരകർഷകനായ പ്രജീഷിന്റെ മരണം കഴിഞ്ഞ 9-ന് മേഖലയിൽ സ്ഥാപിച്ചത് 4 കൂടുകൾ. RRT സംഘത്തിന്റെ തെരച്ചിൽ, ഡ്രോൺ ഉപയോഗിച്ച് ആകാശ നിരീക്ഷണം, കുങ്കിയാനകളെ കൊണ്ടുവന്ന് അരിച്ചുപെറുക്കൽ. ഒടുവിൽ 10ാം നാൾ കടുവ കെണിയിൽ. WWL 45 ആൺകടുവ, പ്രായം 13 വയസ്സ്. മുഖത്തടക്കം പരിക്കുകളുണ്ട്. കോളനി കവലയിൽ ആദ്യം സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കടുവയെ കൊണ്ടുപോകാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. ഈ അക്രമിയായ കടുവേനെ ഇവിടുന്ന് കൊന്നിട്ടല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ സമ്മതിക്കില്ല. കടുവേനെ ഇവിടുന്ന് സ്പോട്ടിൽ തന്നെ കൊല്ലേണ്ടി വരും. ആ കൊച്ചിനെ തിന്ന പോലെ ഞങ്ങളെങ്ങനെ തിന്നു പോയിട്ടുണ്ടെങ്കിൽ ആരും നോക്കൂല. കടുവിനെ ഞങ്ങളെ കൺമുന്നിൽ വെച്ചിട്ട് കൊല്ലണം. IC ബാലകൃഷ്ണൻ MLA പ്രതിഷേധത്തിന്റെ ഭാഗമായി. ഒപ്പം ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും. നാട്ടുകാർ കടുവയെ കൊണ്ടുപോകുന്ന വാഹനം ഉപരോധിച്ചു. തേക്കിൻ മരത്തിൽ കയറിയിരുന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കി. കടുവയെ കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് വനം വകുപ്പിന്റെ നീക്കം. 24 വയനാട്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.
പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.